നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലോക് ഗോമതി സ്റ്റോഴ്സിനെ കളിയാക്കുന്നുണ്ട്. ഈ കടയിലെ സാധനങ്ങളെല്ലാം പഴയതാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് വാടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനുവിന്റെ കയ്യെ പിടിച്ചു വലിക്കുമ്പോഴത്തേനും അനു ശ്രീദേവിയുടെ കയ്യിലേക്ക് ആ കടൽമിഠായി കൊടുത്തു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, എടാ അലോകെ, ഈ കടയിലെല്ലാം പഴയതാന്നല്ലേ പറഞ്ഞേ, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ പോയി വാങ്ങിക്കോ കടൽമിഠായി. പിന്നൊരു കാര്യം, ചെറിയ ചില നീർക്കോലികളൊക്കെ ഉണ്ട് ഈ പുതുമഴയത്ത് പൊങ്ങി വരുന്നേ. അവരുടെയൊക്കെ വിചാരം എന്താന്ന് വെച്ചാല് അവയൊക്കെ വലിയ രാജോമ്പാലയെന്നാ. പക്ഷെ വെറുതെ ഒന്നുമല്ല, നീർക്കോലി എന്തായാലും രാജോമ്പാലി ആവത്തില്ലല്ലോ. അത് കേട്ടപ്പോ അലോക പറഞ്ഞു, അത് ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ള കാര്യം അറിയാലോ. ഈ നീർക്കോലിയായ അലോകിനെ കൊണ്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ പണി തരാൻ പറ്റിയില്ലേ? എന്നിട്ട് എന്തായി എന്തൊക്കെ ചോദിച്ചിട്ട് അലോക വലിയ ഡയലോഗൊക്കെ അടിക്കണം. അപ്പോഴേക്കും ധർമ്മ പറഞ്ഞു, പോടാ, നിന്റെ ഷോയൊക്കെ നിർത്തിയിട്ട് പോടാ നീ അവിടുന്ന്. ഷോയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ചെറിയച്ച, ഒന്നും ആയിട്ടില്ല, ഇതൊന്നും അവസാനിച്ചിട്ടില്ല, ഇങ്ങോട്ടേക്ക് പാടിയെന്നും പറഞ്ഞുകൊണ്ട് അനുവിന്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ കാഴ്ച കണ്ട് കഴിഞ്ഞപ്പത്തിനും ബാലിനൊന്നും സഹിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു വിഷമായി. അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ച് റോട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, എടി ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് വല്ലാത്തൊരു മനസ്സുഖം. എന്താണെന്നറിയാവോ? നിന്റെ അച്ഛനെയൊക്കെ ഒന്ന് വേദനിപ്പിക്കാൻ പറ്റിയില്ലോ. കുറെ കാലമായി ഞാൻ ഓങ്ങി ഓങ്ങി വെക്കുന്ന പല പരിപാടികളും ചെയ്തു നോക്കി നിന്റെ അച്ഛനിട്ടൊരു പണി കൊടുക്കാനായിട്ട്. പക്ഷേങ്കിൽ അതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചു വരുവോ ചെയ്തേ. പക്ഷെ ഇത്തവണ ഇനി എനിക്കിട്ട് എന്തെങ്കിലും പണി തരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേടി ഈ അലോകിന്റെ സമയം. അത് കേട്ട് കഴിഞ്ഞപ്പോ അനുസരിച്ച് പറഞ്ഞു, ഇതേ അലോകെ, വെറുതെ എന്റെ വീട്ടുകാരെ പിടിച്ചിട്ട് കളിക്കേണ്ട കാര്യമില്ല, അവരെ നാണം കെടുത്തേണ്ട കാര്യമില്ല. പിന്നെ നാണം കെടുത്താനായിട്ട് ഒന്ന് പോടിയ അവിടുന്ന്. തുടങ്ങിയിട്ടേ ഉള്ളൂ നിന്റെ കഷ്ടകാലവാടി. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ആ താലി സ്വന്തമായിട്ട് കഴുത്തെ കെട്ടിക്കഴിഞ്ഞപ്പത്തിന് എന്നെ അങ്ങ് തോൽപ്പിച്ചെന്നോ? ഇല്ലേടി, എന്റെ നല്ല സമയത്താ നീ ആ താലി സ്വന്തമായിട്ട് എടുത്ത് കഴുത്തെ കെട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടിയത്, ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രതികാരം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും അവസാനിച്ചിട്ടില്ല. അപ്പോഴേക്കും അനു പറഞ്ഞു, എടാ ഹലോകെ, മര്യാദയ്ക്ക് ഇരുന്നില്ലേ ഉണ്ടല്ലോ, നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ തീരുമാനം ഉണ്ടാക്കും പോലും. എടാ, നിന്റെ ശവക്കുഴി നീ തന്നെ തോണ്ടുന്നേ. അതേടി, ശവക്കുഴി ഞാൻ തന്നെ തോണ്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനകത്ത് നിന്നെ ഞാൻ മണ്ണിട്ട് മൂടും. അത് കേട്ടപ്പോ അനുശ്രീ പറഞ്ഞു, അതിന് നീ ഒന്നുകൂടെ ജനിക്കണം. എടാ, ഒരു കുഴി തോണ്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിനകത്ത് നിന്നെ ഇട്ട് മൂടും. നിന്റെ കൂടെ ഞാൻ വരുന്ന സമയത്ത് ഏണിയായിട്ടോ ഞാൻ വരത്തുള്ളൂ. നിന്നെ അതിനകത്തിട്ട് മൂടിയിട്ട് ഞാൻ ഏണിയും കൊണ്ട് ഞാനിങ്ങോട്ട് കേറിപ്പോരും. അറിയാലോ, ഈ അനുശ്രീ അതാ സൈസ്. നീ അത് പഠിച്ചിട്ടില്ല. എന്താടി നീ പറഞ്ഞ അഹങ്കാരം പറയുന്നോ? ഒന്ന് പോടാ അവിടുന്ന്. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്റെ വീട്ടുകാരെ വേദനിപ്പിച്ചാണ്ടല്ലോ ഞാൻ അടങ്ങിയിരിക്കില്ല. ഈ അനു ആരാന്ന് നീ അറിയും. നിന്റെ കളികളൊക്കെ ഇവിടെ കൊണ്ട് നീ അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോന് ദേഷ്യം വന്നു. എന്നാ ഒന്ന് കാണിക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് അനുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. പെട്ടെന്ന് അനു പറഞ്ഞു, അലോകെ വിടാൻ പറഞ്ഞു. വിട്ടില്ല നീ എന്ത് ചെയ്യും? ഇപ്പൊ നിന്നെ വലിച്ചടിച്ച് ആ ഗോമതി സ്റ്റോഴ്സ് ബാലിന്റെ മുന്നിലേക്ക് അങ്ങ് കൊണ്ടിടും. പറഞ്ഞ മനസ്സിലായടി. അങ്ങനെ അത് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേനുമാണ് അവിടെ പോലീസുകാരൻ നിൽക്കുന്നതേ. പെട്ടെന്ന് അലോക് കൈ താത്തിയിട്ടു. അനുവിന്റെ കയ്യിലെ പിടിവിട്ടു. അയാൾ രൂക്ഷമായിട്ട് നോക്കുവാണ്. അതിനുശേഷം ഫോൺ എടുത്തിട്ട്, അനു, ഈ റീൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട്? നല്ലാന്ന് തോന്നില്ലേ? ഈ പിള്ളേരുടെ ഒരു കാര്യം, ഈ റീലുകാരെ കൊണ്ട് മടുത്തു പോകണല്ലോ എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരൻ പറഞ്ഞു. അപ്പൊ അയാൾ ഓർത്ത് റീല് പിടിച്ചായിരിക്കും, അങ്ങനെ അഭിനയിക്കുന്നതായിരിക്കും ഓർത്ത കയ്യിലൊക്കെ പിടിച്ചിട്ട്. പക്ഷെ അനു അത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അനു പെട്ടെന്ന് ആ പോലീസുകാരനെ വിളിച്ചു. സാറേ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. പോലീസുകാരൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു, ഇതെന്റെ ഭർത്താവാ, കണ്ടില്ലേ, നടുറോട്ട് വെച്ച് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. അപ്പൊ റീലൊന്നും അല്ലായിരുന്നോ? റീലൊന്നും അല്ലായിരുന്നു സാറേ. സാറിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ റീലാന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച. ഏടാ എന്നും പറഞ്ഞിട്ട് ആലോകിന്റെ ചെവിക്ക് പിടിക്കണം. ദേ, മാന്യമര്യാദയ്ക്ക് പെൺകുട്ടികളുടെ പെരുമാറിക്കണം. നടുറോട്ടി വെച്ച് സ്വന്തം ഭാര്യ ഉപദ്രവിക്കുന്നോടാ. എന്ത് പരിപാടിയാടാ നീ കാണിക്കണേ? ഇപ്പൊ നിന്നെ അകത്ത് കൊണ്ട് ഇട്ടാണ്ടല്ലോ. അപ്പോഴേക്കും അനു പറഞ്ഞു, സാറേ ഒന്ന് പേടിച്ചാൽ മതി, അടിയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവനെ പോലുള്ളവന്മാരെ അകത്ത് പിടിച്ചിടണം. 3 വർഷം മുതൽ 7 വർഷം വരെ കഠിന തടവ് കിട്ടും, അവിടെ കിടക്കണം. ഭാര്യ ഉപദ്രവിക്കാൻ ശ്രമിച്ചാണ്ടല്ലോ കൊച്ചെ. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടാവണ ഒരു കാര്യം ചെയ്യണം. 112ലേക്ക് വിളിച്ചാൽ മതി. ആ സെക്കൻഡ് പോലീസ് വീട്ടിലെത്തിക്കോളൂ. ഒരു പരാതി അങ്ങോട്ട് കൊടുത്താൽ മതി. ഇവനെ പോലുള്ളവന്മാരൊക്കെ അകത്ത് കിടക്കണം. എടാ, നാട്ടോട്ട് വെച്ച് ഇനി ഭാര്യ ഉപദ്രവിക്കുവാടാ. ഇല്ല, ഇനി എങ്ങാനും ഈ പെങ്കൊച്ചിനെ ഉപദ്രവിച്ചെന്ന് അറിഞ്ഞാണ്ടല്ലോ പിന്നെ വെറുതെ ഇരിക്കില്ല ഞാന്.
കൊച്ചെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം ഓർമ്മയുണ്ട് സാറേ എന്ന് പറഞ്ഞു. ശരിക്കും അലോകൻ നാണം കെട്ടുപോയി. അങ്ങനെ പോലീസുകാരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലോകിനെ നോക്കിയിട്ട് അനുവദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത്രേ ഉള്ളടാ നിന്റെ കാര്യം. അലോകിന് ആകെപ്പാടെ നാണക്കേട് എന്നൊക്കെ പറഞ്ഞോണ്ട് അലോക് നാണം കെട്ട് അവിടെ നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പം ഗോമതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴത്തേനുമാണ് ശ്രീദേവി ഒരു കോള് വരുന്നത്. ശ്രീദേവി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോളെ? അതെ, അനുവിന്റെ റിസൾട്ട് വന്നു. അനു പാസ്സായി, 95% മാർക്കുണ്ട്. അത് കേട്ടപ്പോ ഗോമതി കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, അവളുടെ ഒരു കാര്യവും എനിക്കറിയണ്ട. അതെ അമ്മേ, അമ്മ വെറുതെ ഷോ ഇറക്കല്ലെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, അനു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഗോമതി കോള് കട്ട് ചെയ്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ മിത്ര ആരിനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ കണ്ണൊക്കെ നിറച്ചും ഗോമതി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്താമ്മേ, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അവളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കുമല്ലേ, അലോകിനിട്ട് ഞാൻ കൊടുക്കേണ്ടതായിരുന്നു, എന്റെ കൈ ധരിച്ചു വന്നതാ. അപ്പോഴേക്കും ഗോമതി എഴുന്നേറ്റിച്ചു, എന്താടാ നീ എന്തിനാ അവനെ തല്ലാൻ പോന്നേ? തല്ലാൻ പോന്നോ? അവൻ കാരണം ഉണ്ടല്ലോ, ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്നറിയോ? അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഇന്ന് ആരിനും അലോകും തമ്മില് ചെറുതായിട്ടൊന്ന് ഏറ്റുമുട്ടിന്ന് പറഞ്ഞു. എടാ എന്താടാ കാരണം? പിന്നെ നമ്മുടെ മുന്നിലിട്ട് അനുവിനെ ഇൻസൾട്ട് ചെയ്താൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുമോ അമ്മേ? എത്രമാത്രം അവളെ ഇൻസൾട്ട് ചെയ്തതെന്നറിയാവോ? ദേഷ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പ്രതികരിക്കാൻ തോന്നി, അവന്റെ കാരണം അടിച്ചു പൊട്ടിക്കാൻ തോന്നി. എടാ നീ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമൊന്നുമില്ല, അവള് സ്വന്തം താല്പര്യം പ്രകാരം ഇറങ്ങിപ്പോയതല്ലേ, നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, ഇനിയിപ്പോ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? സ്വന്തം കാര്യം നോക്കി നടക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ഗോമതിയോടെ ഇരുന്നു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതെ അപ്പച്ചി, ഒരു സന്തോഷ വാർത്തയുണ്ട്. റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, അനുവിന്റെ 95% മാർക്കുണ്ട്. അത് കേട്ടപ്പോ ഒന്നും അല്ലാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗോമതി. എന്താ അപ്പച്ചി, അപ്പച്ചിയുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു. മിത്ര ആരിനും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഒരു തൂക്കുപാത്രത്തിൽ കുറച്ച് പായസമൊക്കെ ആയിട്ട് മതിലിന്റെ അങ്ങോട്ട് ചെന്ന് ഇന്ദിരാമ്മയെ വിളിക്കുവാണ്. ഇന്ദിരാമ്മ വന്നിട്ട് ചെന്താ? അതെ, ഇത് കുറച്ച് പായസമാ. ഇന്നെന്താ വിശേഷിച്ച്? അത് പിന്നെ മീനുവിന്റെ പിറന്നാളാ. മീനുവിന്റെ പിറന്നാള് മകരമാസത്തിലല്ലേ? അതെ, നാള് വരുന്ന ഇന്ന അങ്ങനെ. ഓ പിന്നെ നാള് വരുന്ന ഇന്നാന്ന്. എന്നോട് കള്ളത്തരം പറയണ്ട, ഇത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ എന്താണല്ലോ അവിടെ പായസം വെക്കണമെന്ന് കരുതി ഇരുന്ന, അവിടെ ഒരു വിശേഷമുണ്ട്. അത് കേട്ടപ്പോ ഗോമതി ഒന്നും മിണ്ടിയില്ല. നീ എന്താ വിശേഷം എന്താന്ന് ചോദിക്കാത്തെ? ഓ കൃഷ്ണമംഗലത്ത് വിശേഷം എന്തേലും ഉണ്ട്, എനിക്കിപ്പോ എന്താ? അതെ, നിനക്കറിയാം എന്താ കാരണമെന്ന്. അത് അനുവിന് 95% മാർക്കുണ്ട്, അവള് പാസ്സായി. അതിന്റെ സന്തോഷത്തിലാന്ന് നീ പായസം ഉണ്ടാക്കിയെന്ന് പോലും എനിക്കറിയാം. എന്നോട് കള്ളത്തരം പറയണ്ട ഗോമതി. പിന്നെ പോമ്മേ, അതിനു വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ അതിനു വേണ്ടിയിട്ടൊന്നും അല്ല പോലും. എനിക്കറിയാവുന്ന കാര്യ, നീ എന്നോട് കള്ളത്തരം പറയണ്ട. ഒന്നുമല്ലേലും ഞാൻ നിന്റെ അമ്മയല്ലേ. പെറ്റമ്മയ്ക്ക് എത്രയാന്ന് പറഞ്ഞാലും മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് നിന്നെ അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് ഇന്ദിരാമ്മ പറഞ്ഞു, ശരി ആയിക്കോട്ടെ അമ്മേ, അവൾക്ക് പായസം ഒന്നും കൊടുക്കണ്ട കേട്ടോ. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അനുശ്രീ മുറിയിലിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദിരാമ്മ വരുന്നത്. ഇന്ദിരാമ്മ ഒരു പാത്രത്തിനകത്ത് കുറച്ച് പായസമൊക്കെ കൊണ്ടുവന്ന് അനുശ്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്താമ്മളെ പായസം എന്ന് പറഞ്ഞു. എന്താ മുത്തശ്ശി? അത് പിന്നെ ഇന്ന് മോളുടെ റിസൾട്ട് വന്ന ദിവസമല്ലേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെ അനുശ്രീ ഇത്തിരി പായസം ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ എന്റെ കയ്യിൽ നിന്നല്ലേ അവള് പാചകം പഠിച്ചേ, അതുകൊണ്ടാ. എന്നാലും അമ്മ ചില പ്രത്യേക കൂട്ടൊക്കെ ഇടും മുത്തശ്ശി, അതുകൊണ്ട്. അത് കേട്ടപ്പം ഇന്ദിരാമ്മ പറഞ്ഞു, അതെ അവളാ ഇത് ഉണ്ടാക്കിയത്. അവൾ ഉണ്ടായിക്കൊണ്ട് തന്ന ഇത് മോളുടെ റിസൾട്ടിന് വേണ്ടി ഉണ്ടായിക്കൊണ്ട് വന്ന. പക്ഷെ അത് അവളങ്ങ് സമ്മതിച്ചു തന്നിട്ടില്ല കേട്ടോ. സമ്മതിച്ചു തരാനൊരു ബുദ്ധിമുട്ടുണ്ട്. അവളുടെ മനസ്സിന്റെ ഉള്ളില് എപ്പോഴും നീ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അത് എത്രയാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാ. മക്കളെ കുറിച്ച് അമ്മമാർക്ക് എപ്പോഴും ആദ്യം കാണും. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, നീ ചെയ്ത എന്താണെങ്കിലും ശരിയായിട്ടുള്ള കാര്യമല്ല. നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു, എന്നാലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നീ ചെയ്യേണ്ടിയിരുന്നേ. ഇറങ്ങിപ്പോരൊന്നും ആയിരുന്നില്ല. അപ്പോഴേക്കും അനു പറഞ്ഞു, എനിക്കറിയാം മുത്തശ്ശി ഞാൻ ചെയ്ത തെറ്റാന്ന്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിപ്പോയി. എന്നോട് ക്ഷമിക്കും മുത്തശ്ശി. എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആയിക്കോട്ടെ, ഇപ്പൊ എന്താണെങ്കിലും അവളെ കാണാൻ നിൽക്കണ്ട. അവളുടെ ദേഷ്യമൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ. അതിനുശേഷം അവരെ രണ്ടുപേരും കണ്ടാൽ മതി. അതിനുശേഷം നിനക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ബാലനോട് ശ്രീദേവി ചോദിച്ചു, അല്ല ബാലച്ച, ഊണ് കഴിക്കണില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു. അല്ല മാമനോ? അതെ, ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ചോറുന്ന പരിപാടിയൊന്നും ഇല്ല. ഞാനേ അപ്പുറത്തുള്ള കടയിൽ പോയിട്ട് നല്ല ചൂട് പൊറോട്ടെ ബീഫ് കറിയും കഴിക്കുള്ളൂ.
പിന്നെ ഈ ഗോമതി ചേച്ചി നിർബന്ധിക്കുന്ന സമയത്ത് മാത്രമല്ലേ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കാറുള്ളൂ. ആഹാ, അത് കൊള്ളാലോ. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, അവൻ പോവും, പക്ഷെ ബാലനൊന്നും കഴിക്കാറില്ല. അച്ഛനെന്താ കഴിക്കാത്തെ, ബാലച്ചൻ എന്താ കഴിക്കാത്തെന്ന് ചോദിച്ചു. അവനിപ്പോ വിശപ്പും ദാഹമൊന്നും ഇല്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, ഇതേ രാമേട്ട ഒന്ന് മിണ്ടായിരിക്കെ. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ബാലച്ച, ഞാൻ ചോറ് കൊണ്ടിട്ടുണ്ട്, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. അപ്പോഴേക്കും ബാലൻ ധർമ്മനോട് പറഞ്ഞു, എടാ ആ ലോഡൊന്ന് കൊണ്ടേ കൊടുക്കാണ്ട്, ഞാൻ പോയേക്കുവെന്ന് പറഞ്ഞു. ഏത് ലോഡ്? ആ ലോഡൊക്കെ രാവിലെ കൊടുത്തു വിട്ടല്ലേ? അല്ല, ആ ഡീലറെ ഒന്ന് കാണണം. ആ, ഡീലറെ കാണാൻ പോകേണ്ട കാര്യമില്ല, ഇന്നലെ പോയി കണ്ടതല്ലേ, ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച കണ്ടാൽ പോരെന്ന് രാമേട്ടൻ ചോദിച്ചു. ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഓഹോ, ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഇവിടുന്ന് ഒഴിവാകാനുള്ള പുറപ്പാടല്ലേ. ബാലച്ചൻ ഊണ് കഴിച്ചാൽ മതി. വേണ്ട മോളെ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അതേ ബാലച്ചൻ വീട്ടിൽ പോയി കഴിക്കില്ലെന്നുള്ള കാര്യം അറിയാം. എന്തിനാ ബാലച്ച ഇങ്ങനെ? എന്നോടൊപ്പം ബാ, എന്നോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കാം. ആവശ്യത്തിന് മിച്ച ആഹാരം അമ്മ തന്നു വിട്ടിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞു. വേണ്ട മോളെ, എനിക്ക് വേണ്ടാത്തോണ്ടാ. ദേ ബാലച്ച, ഇങ്ങനെ പറയരുത്, കുടുംബത്തിന്റെ നട്ടല് ബാലച്ചനല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ ശരിയാകുന്നേ? ബാലച്ചൻ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തണല് നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ബാലച്ചൻ പഴയതുപോലെ തന്നെ തിരിച്ചു വരണം, ഞങ്ങൾക്ക് ബാലച്ചനെ നഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ ശ്രീദേവി പറയുമ്പോൾ ബാലനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അതൊക്കെ കേട്ടിരിക്കുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.